ഗീതകൾ കേൾക്കുമ്പോൾ ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫാമിലി ആട്ടോ കേട്ടോ. അപ്പനില്ല, അമ്മയും കുഞ്ഞു റോഷനും പുറകിലുണ്ട് കേട്ടോ, വണ്ടിയിൽ ബാഗിലുണ്ട്. റോഷൻ ഉറക്കത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടും ഫ്രണ്ടിലുണ്ട്. ഞങ്ങൾ ഇന്ന് മണർകാട് പോട്ടോ. മണർകാട് പള്ളിയിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇപ്പൊ നമ്മള് ഇത് പുതുപ്പള്ളി ആട്ടോ. ഇത് പുതുപ്പള്ളി ജംഗ്ഷനാണ്. പള്ളി കഴിഞ്ഞിട്ട് പുതുപ്പള്ളി ജംഗ്ഷനായി. ഇവിടെ നമ്മൾ നേരെ മണർകാട്. ഇവിടെ 4 കിലോമീറ്റർ ആട്ടോ അങ്ങോട്ടെ. ചെറുക്കൻ എഴുന്നിട്ടില്ലേ അവൻ? അവൻ ഉറക്കാം കേട്ടോ. റോഷൻ ഉറക്കാം, ചെറുക്കൻ ഉറക്കുക. ഇതുകൊണ്ട് ഇവിടെ മൊത്തം വെള്ളിമൂങ്ങയാണല്ലോ. ഇവിടെ മൊത്തം സ്റ്റാൻഡ് ഉണ്ട്, മൊത്തം വെള്ളിമൂങ്ങയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് തന്നെ അല്ലേ? എന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇവിടുന്ന് റൈറ്റ് പിടിക്കും അല്ലേ? റൈറ്റ് പിടിക്കുക, റൈറ്റ് തിരിഞ്ഞ് പോവാം. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും നേരത്തെ വന്നതുകൊണ്ടും തിരക്ക് കുറവുണ്ട്. അതുകൊണ്ടെന്താ, എല്ലാം പതുക്കെ കയറി മൊത്തം കയറി കണ്ട് ഇറങ്ങാം. പാർക്കിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലേണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിലുണ്ടല്ലോ ഭയങ്കര തിരക്കാവേ. അത് നമ്മൾ നേരത്തെ ഇറങ്ങിക്കൊണ്ട് തന്നെ അത് കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യും. ഈ ഭാഗത്ത് ഇങ്ങോട്ട് മഴയില്ല കേട്ടോ. നമ്മുടെ ആ ഭാഗത്തോട്ട് മഴയുണ്ട്. പായിപ്പാട്ട് ഏറിയിലോട്ട് മഴയുണ്ടായിരുന്നേ. ഇങ്ങോട്ട് മഴ ഇല്ല. നമ്മളെന്തായാലും പാർക്കിങ്ങിലെത്തി കേട്ടോ. തിരക്ക് അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. നേരത്തെ എത്തിയോണ്ടാ കേട്ടോ, തിരക്ക് കുറവുണ്ട്. പാർക്കിംഗ് കിട്ടുമെന്ന് തോന്നുന്നു, നോക്കാം. അതാണ്ടോ ഇവിടെ കാലാവസ്ഥയൊക്കെ നല്ല ഇതാണ്. മഴയില്ല. നമ്മുടെ അവിടോട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ, ചാറ്റ മഴ ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. ഈ സമയത്ത് വന്നുകൊണ്ടുണ്ട് 2 ഗുണമുണ്ട്. പള്ളിയുടെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഈ ഏരിയയുടെ ഒറിജിനാലിറ്റിയുള്ള ബ്യൂട്ടി നമുക്ക് കിട്ടും. അതുപോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇരുട്ടായി കഴിയുമ്പോൾ ലൈറ്റ് ഇട്ടുള്ള പള്ളിയും പരിസരവും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ വന്നത്. ഞാനങ്ങനെ അതുകൊണ്ടാണ് നേരത്തെ എത്തിയത്. തിരക്ക് കുറവുണ്ട്, എല്ലാം കയറി ഇറങ്ങി കാണാം. പള്ളിക്കകത്ത് കയറാം. നല്ല രീതിയിൽ തിരക്കുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ കയറി ഇറങ്ങി കാണാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ പറ്റത്തില്ല തിരക്കുള്ളപ്പോഴേ. ഇതാകുമ്പോൾ ശകലം നേരത്തെ വന്നതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കയറിപ്പോവാം തിരക്കില്ലാതെ. നല്ല ബ്യൂട്ടി ആട്ടോ കാണാൻ ഇവിടെ ഇന്ന്. കാലാവസ്ഥ അനുകൂലം, മഴയില്ല കേട്ടോ. നമ്മുടെ ഏറിയ മഴയായിരുന്നു. ഞങ്ങളുടെ വായ്പാട് കവിരേറിയ മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോഴേ. നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. 8 ദിവസം ഇവിടെ ആൾക്കാർ വന്ന് നിന്ന് താമസിച്ച് ആരാധന കൂടുന്നുണ്ട്. അങ്ങനെ വന്നവരാണ് ഈ പന്തലിലുള്ളവരൊക്കെ. നേരത്തെ വന്ന് താമസിക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടെ 8 ദിവസവും ഇവിടെ തന്നെ താമസിച്ച് ആരാധന പെരുന്നാളിന് കൂടിയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. വീൽ ചെയറേ വരുന്നവരും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ള രോഗങ്ങളും ഒരുപാട് രീതിയിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കുളം തൊട്ട്. ഇവിടുത്തെ കുളം ഇതാണ്. മണർകാട് പള്ളിയിലെ പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ ഇവിടെ വന്ന് കൈയും മുഖവും കഴുകിയല്ലേ കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആചാരങ്ങളുണ്ട്. ഇവിടെ കൈയും കാലൊക്കെ കഴുകിയിട്ടാണ് പിന്നെ പള്ളിയിലകത്തേക്ക് കടന്ന് തിരികെ കത്തിച്ച് കുരിശേടിയിൽ തിരികെ കത്തിച്ചിട്ട് അകത്ത് പോകുന്ന പള്ളിയുടെ ഉള്ളിലേക്ക് പോകുന്ന ആരാധനയെ പങ്കെടുക്കുന്ന അങ്ങനെയാണ് ഇവിടെ ഒരു ആചാരം എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. ആ കുളത്തിൻ്റെ അവിടെ പോയി കൈയും കാലൊക്കെ കഴുകി വന്ന് തിരികെ കത്തിച്ച് കുരിശേടിയിലും തിരികെ കത്തിച്ച് എണ്ണയൊക്കെ പുരട്ടി അങ്ങനെ പള്ളിയിലകത്തേക്ക് കടന്നു പോകുന്ന നമ്മൾ കാണുന്നത്. പള്ളിയിൽ പോയി തിരിച്ച് ഈ പള്ളിയിൽ വന്നു ആശീർവാദത്തോടെ സ്നേഹത്തെ അറിയിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയോട് ഭക്തിയോട് ബോധനിഷ്ഠയോടെ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു.
സൈഡ് വ്യൂ കേട്ടോ, സൈഡ് വ്യൂ ആയിട്ടാണെന്നേ. നമ്മുടെ ചിന്തിക്കടയ്ക്ക് അതുകൂടെ കയറി ഇഷ്ടംപോലെ കടകളുണ്ട്, ഒരുപാട് ചിന്തിക്കടകളൊക്കെ ഉണ്ട്, ഒരുപാട് കളിപ്പാട്ടുകളും നല്ലൊരു മൂവ്മെൻ്റ് ആട്ടോ കാണാൻ, നല്ല ഭംഗി കാണാൻ. ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്, എല്ലാ വീടുകൾക്കുള്ള ആവശ്യങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ടോയ്സോ അല്ലെങ്കിൽ എന്തായിട്ട് വീടുകൾക്ക് വേണ്ടി എല്ലാം ഉണ്ട്, ഐറ്റങ്ങളുണ്ട്. സന്ധ്യ ഇങ്ങനെ മയങ്ങി കഴിഞ്ഞുണ്ടല്ലോ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ പരിസരമൊക്കെ വേറെ ഒരു കളർ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇരുട്ടി കഴിയുമ്പോൾ എല്ലാം നല്ല കളർഫുള്ളാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഒന്നും പറയണ്ട കേട്ടോ, വേറെ ലെവലാണ്. ഇരുട്ടി കഴിയുമ്പോഴല്ലോ വേറെ ലെവലാണ്. അപ്പം എല്ലാ ഇതും പകർത്തിയെടുക്കാൻ പറ്റി എന്നാണ് ഒരു പ്രത്യേകത. പകലത്തെ ഭംഗിയും രാത്രിയിലെ സന്ധ്യക്കത്തെ ഭംഗിയും ഇരുണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ഭംഗിയും ഇതാണ് കേട്ടോ. 6:30 ശേഷമാണ് ഇവിടെ ആള് കൂടുന്നത് കേട്ടോ. ആൾവരവ് വളർന്ന് ഇങ്ങനെ കേട്ടോ. ഒരു 6:30 കഴിയുമ്പോൾ ഇപ്പോഴാണ് പള്ളി മുറ്റം നിറയെ ആൾക്കാരായി, പള്ളി നിറച്ച ആള്, പരിസരങ്ങൾ മൊത്തം ആളായി. നമ്മൾ വന്നപ്പോൾ ഇത്രയും ആളില്ലായിരുന്നു. ഇന്നലെ ഇപ്പം കളർഫുള്ളാണ്, പവർഫുള്ളാണ്. അതുപോലെ ഭക്തജനങ്ങളെ, അതായത് ജനങ്ങളെ നോയമ്പ് എടുത്തവരും നോയമ്പ് 8 ദിവസവും ഇവിടെ താമസിച്ച് നിന്ന് ഇവിടെ ആരാധന കൂടി പെരുന്നാൾ കഴിഞ്ഞു പോകുന്നവരുണ്ട്. പിന്നെ ഈ ഓരോ ദിവസങ്ങളിൽ വരുന്നവരും ഈ ഏരിയ ഉള്ളവരും ദൂരെ നിന്ന് വരുന്നവരൊക്കെ വൈകുന്നേരങ്ങളിൽ എത്തുന്നത്. അതാണ് വൈകിട്ട് 6:30 ശേഷം തിരക്ക് കൂടുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 8 നോയമ്പ് ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ പള്ളിയും പള്ളിയുടെ പരിസരത്തുള്ള പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഡെക്കറേഷൻ, അതാണ് ആ വീഡിയോ ആണ് മുന്നോട്ട് കാണുന്നത്. മൊത്തം പല രീതിയിലാണ് കളറ്, പല രീതിയിലുള്ള ഡിസൈൻ വരുന്നത്, മാതാവിൻ്റെ രൂപവും അതുപോലെ എല്ലാം പല രീതിയിലുള്ള നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കണ്ടോളി.